നമസ്കാരം. സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഹരികൃഷ്ണൻ. നോക്കാം ആദ്യം പ്രധാന വാർത്തകൾ. തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ ആവശ്യമെങ്കിൽ നയപരമായ മാറ്റങ്ങളും ഭേദഗതികളും വരുത്താൻ സർക്കാർ തയ്യാറാണെന്ന് മന്ത്രി എം പി രാജേഷ്. തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ നേതൃത്വത്തിൽ 14 ജില്ലകളിലും അദാലത്തുകൾ സംഘടിപ്പിച്ച് പ്രശ്നത്തിന് പരിഹാരം കാണുമെന്നും എം പി രാജേഷ്. കേരളത്തിന്റെ ആരോഗ്യ പരിപാലന രംഗത്തെ നേട്ടത്തെക്കുറിച്ച് ലോകം മുഴുവൻ അംഗീകരിച്ചതാണെന്ന് കെ രാധാകൃഷ്ണൻ എം പി. ആരോഗ്യരംഗത്ത് നിരവധി പ്രതിസന്ധികളുണ്ടായിട്ടും അവയെല്ലാം കേരളം അതിജീവിച്ചതായും കെ രാധാകൃഷ്ണൻ. നാട്ടിലേക്ക് തിരിച്ചെത്തുന്ന പ്രവാസികളുടെ പുനരധിവാസം ഉറപ്പുവരുത്താൻ സർക്കാർ പ്രതിജ്ഞാബദ്ധരാണെന്ന് പി സുമോദ് എം.എൽ.എ. പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിനാവശ്യമായ എല്ലാവിധ സഹായങ്ങളും പ്രവാസികൾക്ക് ലഭ്യമാക്കുമെന്നും പി സുമോദ്. ശ്രീനാരായണ ഗുരുവിന്റെ 170ാമത് ജയന്തി ആഘോഷം വിവിധ പരിപാടികളോടെ നടന്നു. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ആർഭാടങ്ങൾ ഒഴിവാക്കിയാണ് ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത്. വാർത്തകൾ വിശദമായി. തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ ആവശ്യമെങ്കിൽ നയപരമായ മാറ്റങ്ങളും ഭേദഗതികളും വരുത്താൻ സർക്കാർ തയ്യാറാവുമെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ്. പാലക്കാട് നടന്ന തദ്ദേശ അദാലത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആദ്യത്തെ അദാലത്ത് കഴിഞ്ഞപ്പോൾ 1000-ത്തിലധികം വ്യക്തിഗത പരാതികളിൽ തീർപ്പുണ്ടാക്കിയെന്ന് മാത്രമല്ല, പൊതുവായ ചില നയപരമായ പ്രധാന തീരുമാനങ്ങളും അവിടെ വെച്ച് പ്രഖ്യാപിക്കുകയുണ്ടായി. അതിലൊന്നാണ് സർക്കാരിൻ്റെ ഏതെങ്കിലും ഭവന സഹായ പദ്ധതികളിൽ ധനസഹായം വാങ്ങി വീട് നിർമ്മിച്ചവർക്ക് അത് വിൽക്കുന്നതിന് നിലവിൽ 10 വർഷമാണ് കാലാവധി. 10 വർഷം കഴിഞ്ഞാൽ മാത്രമേ വിൽക്കാനാവൂ. അത് ജൂലൈ 1 മുതൽ 7 വർഷമാക്കിയിട്ട് ജൂലൈ 1-ന് ശേഷമുള്ളവർക്ക് 7 വർഷമാക്കി ചുരുക്കിയിരുന്നു. അതിനു മുമ്പുള്ളവർക്കത് ബാധകമാക്കി. അപ്പം അതിൻ്റെ ആനുകൂല്യം നേരത്തെ വീട് വെച്ചവർക്ക് അവർ ഭവനരഹിതരാവില്ല എന്ന് ഉറപ്പാക്കിക്കൊണ്ട് ആ വീട് വിൽക്കുന്നതിന് വ്യവസ്ഥകളോടുകൂടി വിൽക്കുന്നതിനുള്ള ആനുകൂല്യം ഇപ്പോൾ എല്ലാവർക്കും കിട്ടും. അതുപോലെ അധിക FAR അതിനുവേണ്ടി ഫീസ് അടച്ചിട്ടുള്ള ആളുകൾ നിർമ്മാണം നടത്തിയില്ലെങ്കിൽ തിരിച്ചു കൊടുക്കാൻ എറണാകുളം അദാലത്തിൽ ഉത്തരവിട്ടു. അതൊരു പൊതു തീരുമാനമായിട്ട് പ്രഖ്യാപിച്ചു. ഇപ്പോൾ പെർമിറ്റ് എടുത്തു, അധിക FAR-നുള്ള ഫീസ് അടച്ചു, പക്ഷേ നിർമ്മാണം നടത്തിയില്ല എങ്കിൽ അവർക്ക് ആ ഫീസ് തിരിച്ചു കൊടുക്കാനുള്ള തീരുമാനവും എടുക്കുകയുണ്ടായി. വ്യക്തിഗതമായ പ്രശ്നങ്ങളോടൊപ്പം പൊതുവായ പ്രശ്നങ്ങളിലും അദാലത്തിൽ പരിഹാരം കാണാൻ കഴിഞ്ഞതായും എം പി രാജേഷ് പറഞ്ഞു. തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ നേതൃത്വത്തിൽ 14 ജില്ലകളിലും അദാലത്തുകൾ സംഘടിപ്പിച്ച് പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേരളത്തിന്റെ ആരോഗ്യ പരിപാലന രംഗത്തെ നേട്ടത്തെക്കുറിച്ച് ലോകം മുഴുവൻ അംഗീകരിച്ചതാണെന്ന് കെ രാധാകൃഷ്ണൻ എം പി. പുതുക്കോട് ഗ്രാമപഞ്ചായത്തിലെ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നിർമ്മിച്ച പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നമ്മുടെ കേരളത്തിൽ ജനങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കുന്ന കാര്യത്തിൽ നമ്മൾ ഏറ്റവും മുൻപന്തിയിലാണ്. അത് അക്ഷരാർത്ഥത്തിൽ ലോകാരോഗ്യ സംഘടന തന്നെ അംഗീകരിച്ച കാര്യമാണ്. നമ്മുടെ കേരളത്തിൻ്റെ ആരോഗ്യ പരിപാലന രംഗത്തെ നേട്ടത്തെ സംബന്ധിച്ച് ലോകം മുഴുവൻ ചർച്ച ചെയ്യുന്നതാണ്. അത്രയേറെ പ്രാധാന്യമാണ് നമ്മൾ വിദ്യാഭ്യാസത്തിനും ആരോഗ്യത്തിനും നൽകിയിരിക്കുന്നത്. നമുക്കറിയാം, ഒരുപാട് പ്രതിസന്ധികളെ നാം ആരോഗ്യരംഗത്ത് നേരിടുകയുണ്ട്. ആ പ്രതിസന്ധികളെല്ലാം തന്നെ നമുക്ക് ഫലപ്രദമായിട്ട് അതിജീവിക്കാൻ കഴിയും. നിപ്പ വൈറസിൻ്റെ ആക്രമണം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ അതിനെ നമ്മൾ ഒരു ഘട്ടത്തിൽ നല്ലപോലെ പരിഹാരം കാണാൻ കഴിഞ്ഞു. വീണ്ടും നിപ്പ ആക്രമണം വന്നു കഴിഞ്ഞപ്പോൾ അതിനെയും നമുക്ക് ഫലപ്രദമായിട്ട് നേരിടാൻ കഴിഞ്ഞു. അതുപോലെ തന്നെയാണ് കോവിഡ് എന്നുള്ള മഹാമാരി ലോകത്തെ ആകെ പിടിച്ച സമയത്ത്, അല്ലെങ്കിൽ പടർന്ന് പിടിച്ച സമയത്ത് അതിൽ ലോകത്ത് വലിയ ദുരന്തം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ കേരളം അതിനെയും ഫലപ്രദമായിട്ട് അതിജീവിച്ചു. അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ കോവിഡ് പിടിച്ച ആളുകൾ അന്ന് പറഞ്ഞ കാര്യങ്ങൾ നമ്മളെല്ലാം ശ്രദ്ധിച്ചു കാണും. അമേരിക്കയിൽ നിന്ന് കോവിഡുമായിട്ട് കേരളത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ അവരുടെ കോവിഡ് മാറി അവർ പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. അവിടെ ചെയ്തിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോവിഡുമായിട്ട് വരുന്ന ആളുകളെ ഓക്സിജൻ മാസ്ക് എടുത്ത് കളയുകയാണ്. ആരോഗ്യരംഗത്ത് നിരവധി പ്രതിസന്ധികൾ ഉണ്ടായിട്ടും അവയെല്ലാം കേരളം അതിജീവിച്ചതായും കെ രാധാകൃഷ്ണൻ പറഞ്ഞു. അധികാരവും സമ്പത്തും താഴേക്കിടയിലേക്ക് ലഭിച്ചതിനെ തുടർന്ന് നാട്ടിൻപുറത്ത് നിരവധി വികസന പ്രവർത്തനങ്ങൾ യാഥാർത്ഥ്യമായെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ചടങ്ങിൽ പി സുമോദ് എം.എൽ.എ. അധ്യക്ഷനായി. പുതുക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി ഹസീന, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രജനി ബാബു, വൈസ് പ്രസിഡന്റ് KC ബിനു, ജില്ലാ പഞ്ചായത്ത് അംഗം PM അലി, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KK രാജേന്ദ്രൻ, KK സുനിതകുമാരി, നസീമ സിറാജുദ്ദീൻ, MN റഫീഖ്, ഡോക്ടർ PS ആദിൽ മുഹമ്മദ് എന്നിവർ സംസാരിച്ചു. നാട്ടിലേക്ക് തിരിച്ചെത്തുന്ന പ്രവാസികളുടെ പുനരധിവാസം ഉറപ്പുവരുത്താൻ സർക്കാർ പ്രതിജ്ഞാബദ്ധരാണെന്ന് പി സുമോദ് എം.എൽ.എ. കേരള പ്രവാസി സംഘം വടക്കഞ്ചേരി ഏരിയ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എന്നാൽ പിന്നീട് 80കളിലൊക്കെ
പ്രവാസ ജീവിതം വളരെ ശക്തമാണ്. പ്രത്യേകിച്ച് ഈ പറയുന്ന അറേബ്യൻ രാജ്യങ്ങളിലേക്ക്, ഗൾഫ് രാജ്യങ്ങളിലേക്ക് പ്രവാസികൾ ചെല്ലുകയും അവിടെ വളരെ കൃത്യമായി ജീവിതം ഒരുക്കിപ്പിച്ച് അവരുടെ സമ്പാദ്യം തങ്ങളുടെ കുടുംബത്തെ സംരക്ഷിക്കാൻ ആവശ്യമായ ഉത്തരവാദിത്വം നൽകുകയും പതിറ്റാണ്ടുകളോളം 20 വർഷക്കാലം അവിടെ ജോലി ചെയ്യുന്ന ആളുകളുടെ വിയർപ്പിന്റെ രൂപപ്പെടൽ കൂടിയാണ്. കാരണം നമ്മുടെ നാട്ടിൽ ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പറയുന്നത് പോലെ നിർമ്മാണ മേഖലയിൽ ഉൾപ്പെടെ ജോലി ഉണ്ടാകുന്നതിനും വരുമാനം ഉണ്ടാകുന്നതിനുമെല്ലാം പ്രവാസികളുമായിട്ട് സംബന്ധിച്ചത് ഈ സാമ്പത്തികത്തിന്റെ ഫോം ഇവരായിരിക്കുന്ന ശമ്പളം, ആ ശമ്പളത്തിൽ നിന്ന് ഈ പലചരക്കായാലും പച്ചക്കറിയായാലും മീനായാലും കിട്ടുന്നുണ്ടാകും. ഇതിന്റെ ഭാഗമായി ഉപവിഭാഗങ്ങൾ എന്ന രൂപത്തിൽ വ്യത്യസ്തങ്ങളാകുന്ന പുള്ളിക്കാരുണ്ടാകും. ഇങ്ങനെ ഒരേ സമയം കേരളത്തിന്റെ സാമൂഹിക കുടുംബ ജീവിതത്തിൽ കഴിഞ്ഞ 4-5 പതിറ്റാണ്ടായി വളരെ നിർണായകമായ സംഭാവന ചെയ്യുന്ന വിഭാഗമാണ് പ്രവാസികൾ. സ്വാഭാവികമായും അത്തരത്തിലുള്ള പ്രവാസികൾ ആ പ്രവാസികളുടെ അവർക്ക് ഒരു അംഗീകാരം നൽകിയ സർക്കാർ യഥാർത്ഥത്തിൽ ഈ ഇന്ത്യയിൽ കേരള സർക്കാർ. നമ്മുടെ സർക്കാർ ഈ പറയുന്നത് പോലെ പ്രവാസികളെ സഹായിക്കാൻ വേണ്ടി ക്ഷേമനിധി, പെൻഷൻ, നോർക്ക ഐ ഡി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പൊതുവായി രൂപപ്പെടുത്തിയതെല്ലാം കഴിഞ്ഞ വർഷക്കാലങ്ങളിൽ. പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിനാവശ്യമായ എല്ലാവിധ സഹായങ്ങളും പ്രവാസികൾക്ക് ലഭ്യമാക്കുമെന്നും പി സുമോദ് പറഞ്ഞു. ചടങ്ങിൽ വി.കെ. ഉമ്മർ അധ്യക്ഷനായി. പ്രവാസി സംഘം സംസ്ഥാന ജനറൽ സെക്രട്ടറി പി. സെയ്താലിക്കുട്ടി, ജില്ലാ സെക്രട്ടറി എം.എ. നാസർ, പ്രസിഡന്റ് എസ്. സച്ചിദാനന്ദൻ, ടി. പത്മനാഭൻ, എം.കെ. ശശി, ബീന സലീം എന്നിവർ സംസാരിച്ചു. ശ്രീനാരായണ ഗുരുവിൻ്റെ 170ാമത് ജയന്തി ആഘോഷം വിവിധ പരിപാടികളോടെ നടന്നു. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ആർഭാടങ്ങൾ ഒഴിവാക്കിയാണ് ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത്. SNDP യൂണിയനുകളുടെയും ശാഖകളുടെയും നേതൃത്വത്തിൽ വിവിധ ചടങ്ങുകൾ നടത്തി. SNDP യോഗം വടക്കഞ്ചേരി യൂണിയന്റെ നേതൃത്വത്തിൽ നടന്ന ജയന്തി ആഘോഷം SNDP വൈദിക യോഗം സംസ്ഥാന സെക്രട്ടറി PV ഷാജി ശാന്തി ഉദ്ഘാടനം ചെയ്തു. ഗുരുവിനെ അത്രയും മഹത്തരങ്ങളല്ല. അപ്പൊ അങ്ങനെയുള്ള ഗുരുവിനെ നമ്മൾ അറിയുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മളിങ്ങനെ ആ ഒരു കീർത്തനത്തിന്റെ പാതയിൽ അങ്ങനെ ചെല്ലിപ്പോകുന്നു. പക്ഷെ നമ്മുടെ മനസ്സിനെ അതിന് ഉൾക്കൊള്ളുന്നില്ല. ഉൾക്കൊള്ളുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? നമുക്കൊരു തരം സംതൃപ്തി ഉണ്ടാകും, രസം, സന്തോഷമുണ്ടാകും, രോഗമില്ലാത്ത അവസ്ഥകളുണ്ടാകും. അപ്പൊ അതെങ്ങനെ കിട്ടും എന്ന ഒരു ചോദ്യം അയാൾ വീണ്ടും എന്നോട് ചോദിച്ചു. അതെങ്ങനെയാണ് ശാന്തി, ഇതൊക്കെ എങ്ങനെ കിട്ടുക? നിങ്ങൾ പറയുന്ന ഗുരുദേവനാണ്, ഗുരുവാണ്, ഈശ്വരനും വലുതാണ് എന്നൊക്കെ പറഞ്ഞു. അത് കിട്ടും നമുക്ക് എങ്ങനെ? അറിഞ്ഞ് വിളിക്കണം. അറിഞ്ഞ് വിളിക്കാന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ഒരു മന്ത്രം വരെ ചെല്ലുമ്പോൾ നമുക്കൊരു രീതിയുണ്ട്. നമ്മുടെ നാക്ക് പല ഭാവങ്ങളിൽ മുട്ടും, പല മർമ്മങ്ങളിൽ മുട്ടും. അപ്പോൾ എന്താ ഉണ്ടാകുക? മസ്തിഷ്കത്തിൽ ആ വാക്കുകൾ ലോക്കാകും. അപ്പം നമുക്ക് എന്തുണ്ടാകും? അത് അറിഞ്ഞാണ് ചെല്ലുന്നതെങ്കിലേ ഉള്ളൂ. അങ്ങനെ അറിഞ്ഞ് ചെല്ലുമ്പോൾ ലോക്കാകുമ്പോൾ നമുക്ക് എന്താ? പോസിറ്റീവായ എനർജിയെ ക്രിയേറ്റ് ചെയ്യും. അപ്പോഴാണ് നമുക്ക് എനർജി, ആ എനർജി എന്താ? രോഗമില്ലാത്ത അവസ്ഥ, മാനസിക സന്തോഷം, ജോലി ചെയ്യാനുള്ള പ്രവണത. അല്ലെങ്കിലോ ഇതൊരു ചടങ്ങാണ്, നിങ്ങളൊക്കെ SNDP യോഗത്തിൻ്റെ ഒരു പരിപാടി വെച്ചിട്ട് ഞങ്ങളെങ്ങനെ പോകാതിരിക്കുക? ഞങ്ങളൊന്നും എന്ന് ചെന്നില്ലെങ്കിൽ ഈ യോഗത്തിൻ്റെ ആൾക്കാർ നമ്മളെന്താ പറയല്ലേ? നേരത്തെ പറഞ്ഞു, ഇവിടെ സംഘടിച്ച് ശക്തരാകുക, വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക. ഇതൊക്കെ ഗുരുദേവൻ വെറുതെ പറഞ്ഞിരിക്കണതല്ല. എന്താ? ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, ഇതെല്ലാം സൂത്രവാക്യങ്ങൾ, ചെറിയ ചെറിയ അക്ഷരങ്ങളാണ്. പക്ഷെ അതിൽ മഹത്തരങ്ങളായ കുറെ സന്ദേശങ്ങൾ അടങ്ങിയിരിപ്പുണ്ട്. ഇന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം, 1-2 വെള്ളപ്പൊക്കം വന്നപ്പോൾ ജാതി മതം ഒന്നുമില്ലായിരുന്നു. എല്ലാവരും മനുഷ്യരായപ്പോൾ ഗുരുവിൻ്റെ സന്ദേശം അപ്പോഴാണ് യഥാർത്ഥത്തിൽ അത് മനുഷ്യരാകാൻ കഴിയുന്നത്. MR കൃഷ്ണൻകുട്ടി അധ്യക്ഷനായി. യൂണിയൻ സെക്രട്ടറി K. ശ്രീജേഷ്, മുണ്ടൂർ ശ്രീനാരായണ ധർമാശ്രമം സ്വാമിജി, നാരായണ ഭക്താനന്ദ പ്രഭാഷണം നടത്തി. KV ബ്രഹ്മാനന്ദൻ, NC രഞ്ജിത്ത്, VV മുരുകൻകുട്ടി, K. നാരായണൻ, K. രഘുനാഥൻ, EK സുദേവൻ, KM സോമൻ, KS അജീഷ്, G. ജിനചന്ദ്രൻ,
വി സുമേഷ്, സ്മിതാമോഹൻ, ലതിക കലാധരൻ, PS സുമിത്ത്, TC പ്രകാശ്, ജയകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. SNDP യോഗം ആലത്തൂർ യൂണിയന്റെ നേതൃത്വത്തിൽ ശ്രീനാരായണ ഗുരു ജയന്തി ആഘോഷിച്ചു. SNDP യോഗം ആലത്തൂർ യൂണിയൻ ചതയദിനാഘോഷം യൂണിയൻ ഗുരുമന്ദിരത്തിൽ ഗുരുപൂജയോടെ ആരംഭിച്ച ചടങ്ങ് ആലത്തൂർ ശ്രീനാരായണ ഗുരു കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ NS രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഇന്ന് കേരളത്തിന് മാത്രമോ തെക്കേ ഇന്ത്യക്ക് മാത്രമോ ഇന്ത്യക്ക് മാത്രമോ ലോകത്തുള്ള എല്ലാ മാനവരാശിക്കും ഒരുപോലെ ബാധകമാണ്, ഒരുപോലെ അപ്ലിക്കബിൾ ആണ്. ലോകമെല്ലാം ഒരേ സർക്കാരിന്റെ കീഴിൽ വരുന്ന ഒരേ സാമ്പത്തിക ശക്തിയായിട്ട് നമ്മുടെ മുഴുവൻ ലോകവും മാറുന്ന ഒരു വൺ വേൾഡ് എക്കണോമിക്സ്, ലോകം മുഴുവൻ ഒരു സാമ്പത്തിക ശക്തിയായി മാറുന്ന ഒരു ഒറ്റ സമൂഹമായി മാറുന്ന ഒരു ഒറ്റ സമുദായം മാറുന്ന ഒരു കാലമുണ്ടെങ്കിൽ ആ കാലത്തായിരിക്കും ഇവിടെ യുദ്ധങ്ങളില്ലാതെ, രോഗങ്ങളില്ലാതെ, പട്ടിണിയില്ലാതെ, അപമൃത്യുകളില്ലാതെ മനുഷ്യൻ ഒന്നായി ജീവിക്കാൻ കഴിയുക. യൂണിയൻ വനിതാ സംഘത്തിന്റെ നേതൃത്വത്തിൽ വയനാട് ദുരന്തത്തിൽ പൊലിഞ്ഞ ജീവനുകൾക്ക് ആത്മശാന്തി നേർന്നുകൊണ്ട് പ്രത്യേക പ്രാർത്ഥനയും നടത്തി. യൂണിയൻ പ്രസിഡന്റ് M വിശ്വനാഥൻ അധ്യക്ഷനായി. സെക്രട്ടറി AB അജിത്ത്, യൂണിയൻ കൗൺസിലർ കൃഷ്ണൻ, വനിതാ സംഘം പ്രസിഡന്റ് അംബിക രാജേഷ്, സെക്രട്ടറി സാവിത്രി ശ്രീനിവാസൻ, യൂത്ത് മൂവ്മെന്റ് പ്രസിഡന്റ് മനോജ് തെൻലാപുരം, സെക്രട്ടറി വിനോദ് രാധാകൃഷ്ണൻ, P അപ്പക്കുട്ടൻ എന്നിവർ സംസാരിച്ചു. ശ്രീനാരായണ ഗുരു എഡ്യൂക്കേഷണൽ ആൻഡ് കൾച്ചറൽ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ശ്രീനാരായണ ഗുരു ജയന്തി ആഘോഷം നടത്തി. ശ്രീനാരായണ ഗുരു എഡ്യൂക്കേഷണൽ ആൻഡ് കൾച്ചറൽ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ വള്ളിയോട് ശ്രീനാരായണ സ്കൂളിൽ നടത്തിയ ഗുരുജയന്തി ആഘോഷം മുൻ മന്ത്രി KE ഇസ്മായിൽ ഉദ്ഘാടനം ചെയ്തു. വളരെ അപരിഷ്കൃതമായി കഴിഞ്ഞുകൂടിയ മനുഷ്യരാണ് ഉള്ളത്, കാടന്മാരാണ്. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ പ്രമാണി വർഗങ്ങൾ എന്ന് പറഞ്ഞാൽ സവർണ വിഭാഗക്കാർ, അവർക്ക് മാത്രമാണ് ഈ നാട്ടിൽ സ്വൈര്യവിഹാരം നടത്താൻ സൗകര്യമുണ്ടായിട്ടുള്ളത്. ബാക്കി ബഹുഭൂരിപക്ഷം വരുന്ന മനുഷ്യരും സൂര്യ വെളിച്ചത്തിൽ പുറത്തിറങ്ങാൻ പാടില്ലാത്തവരാണ്. അവരുടെ നിഴൽ പോലും മറ്റുള്ളവരുടെ ശരീരത്തിൽ തട്ടിയാൽ അത് വലിയ പാപമാണ് എന്ന് കരുതുന്ന ഒരു കാലഘട്ടമാണ്. അതാണ് അയിത്തം, അനാചാരം എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടാവും. വഴി നടക്കാൻ സ്വാതന്ത്ര്യമില്ലായില്ല, കിണറിൽ നിന്ന് വെള്ളമെടുക്കാൻ പറ്റാത്തൊരവസ്ഥ. ഇതൊന്നും ഇപ്പോഴും പൂർണ്ണമായി നമ്മുടെ രാജ്യത്ത് നിന്ന് വിട്ടുപോയിട്ടൊന്നുമില്ല. അതിനൊരു മാറ്റങ്ങൾ ഒരുപാട് വന്നത് കേരളത്തിലാണ്. എന്നാൽ കേരളത്തിന് പുറത്തുള്ള വിവിധ സംസ്ഥാനങ്ങളിൽ ഇപ്പോഴും അതൊക്കെ തുടരുന്നുണ്ട്. പഴയ കാലത്തെ പോലുള്ള ഗൗരവമില്ലെങ്കിലും ഇപ്പോഴും തുടരുന്നുണ്ട്. തമിഴ്നാട്ടിൽ പോലും പല പഞ്ചായത്തുകളിലും പഞ്ചായത്ത് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് പട്ടികജാതിക്കാരനാവണം. പട്ടികജാതിക്കാരന് മാത്രമേ പഞ്ചായത്ത് പ്രസിഡൻ്റാകാൻ പാടുള്ളൂ. അതുകൊണ്ട് ഒരു പഞ്ചായത്ത് പ്രസിഡന്റിനെ അവിടെ തീരുമാനിച്ചു കഴിഞ്ഞാൽ അവിടെ പഞ്ചായത്ത് മെമ്പർമാരായി തിരഞ്ഞെടുക്കപ്പെടുന്നവരൊക്കെ പ്രമാണിമാരാണ്. ട്രസ്റ്റ് ചെയർമാൻ അഡ്വക്കേറ്റ് VV വിജയൻ അധ്യക്ഷനായി. ജനറൽ സെക്രട്ടറി MK മോഹൻകുമാർ, സ്കൂൾ പ്രിൻസിപ്പാൾ K മായ, PTA പ്രസിഡന്റ് G സുഗന്ധി, A സന്തോഷ്, ട്രഷറർ K ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ, ജോയിന്റ് സെക്രട്ടറി V ഗംഗാധരൻ എന്നിവർ സംസാരിച്ചു. സാമൂഹ്യ മേഖലയിൽ സ്തുത്യർഹമായ സേവനമനുഷ്ഠിച്ച വ്യക്തികളെ ചടങ്ങിൽ ആദരിക്കലും ഉന്നത വിജയം കൈവരിച്ച ട്രസ്റ്റ് അംഗങ്ങളുടെ മക്കൾക്ക് ക്യാഷ് അവാർഡ് വിതരണവും നടത്തി. മറ്റു വാർത്തകളിലേക്ക്. കിഴക്കഞ്ചേരി പുത്തംകുളമ്പ് SNDP ശാഖാ യോഗത്തിന്റെ നേതൃത്വത്തിൽ ശ്രീനാരായണ ഗുരു ജയന്തി ആഘോഷിച്ചു. സർവസഹോദര സൗഹൃദസാരം നാട്ടിലകിലം വിതറി നിരുപമഗീതം പാടി പരിമളമാധുരി വീശി നാരായണ കഥ വാഴ്ത്തി ബുധജനബന്ധിത ബാസുരചാരി ശ്രീ ഗുരുദേവ പതാകേ. കാലത്ത് പതാക ഉയർത്തൽ, പ്രാർത്ഥന, ഗുരുപൂജ, പ്രസാദ വിതരണം എന്നിവ ഉണ്ടായിരുന്നു. ശാഖാ ഭാരവാഹികളായ PT സജീഷ്, M ഉണ്ണികൃഷ്ണൻ, V സുരേന്ദ്രൻ എന്നിവർ നേതൃത്വം നൽകി. ചരിത്രായ മമദാരഹിതാത്മനെ നാരായണയതീന്ദ്രായ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ശിശിരി പൂർവദേശാന്തേ കടാശേ ശിഷ്യ സഞ്ജയ ബ്രഹ്മവിദ്യാ കോവിദായ തസ്മൈ ശ്രീ ഗുരവേ നമഃ. വാണിയമ്പാറ ശ്രീനാരായണ ഗുരു ഭക്തസമാജത്തിൽ ശ്രീനാരായണ ഗുരു ജയന്തി ആഘോഷിച്ചു.
കാലത്ത് 9 മണി മുതൽ ഗുരുപൂജ തുടങ്ങി. തുടർന്ന് നടന്ന പൊതുയോഗത്തിൽ ഗുരുധർമ്മ പ്രചരണ സഭാ സെക്രട്ടറി KU വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു. സമാജം രക്ഷാധികാരി MK സ്വാമിനാഥൻ, സമാജം സെക്രട്ടറി രാഹുൽ NC, പ്രസിഡന്റ് MM സത്യൻ, GPDS ജോയിന്റ് സെക്രട്ടറി ബാബു എന്നിവർ സംസാരിച്ചു. ഗുരുദേവൻ നമ്മുടെ മാത്രമല്ല, ഈ വിശ്വത്തിൻ്റെ, ഈ ലോകത്തിൻ്റെ മുഴുവൻ നാഥനായ ശ്രീനാരായണ ഗുരുദേവനെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് നമ്മൾ വർഷങ്ങളായിട്ട്, നമ്മൾ ജനിച്ചപ്പോൾ മുതൽ, കൊച്ചുകുട്ടികളൊക്കെ ആണെങ്കിൽ ജനിച്ചപ്പോൾ മുതൽ ഗുരുദേവൻ്റെ വാക്കുകൾ, അതുപോലെ തന്നെ ഗുരുദേവൻ്റെ കീർത്തനങ്ങൾ ചൊല്ലിക്കൊണ്ട് നമ്മൾ ഓരോ വർഷവും കടന്നു പോകുന്നോറും നമ്മളുടെ സമാജത്തിൻ്റെ ആണെങ്കിലും ഓരോ പടിയും നമ്മൾ കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് ഓരോ പ്രവർത്തനങ്ങളും കൂടി വരികയാണ്. ആദ്യമായിട്ട് ശ്രീനാരായണ ഗുരു ജയന്തി ആശംസകൾ എല്ലാവർക്കും നേരുകയാണ്. നമുക്കറിയാം, നമ്മുടെയൊക്കെ ഒരു സ്വപ്നമായിരുന്നു ഇതുപോലൊരു ആസ്ഥാന മന്ദിരം എന്നുള്ളത്. വർഷങ്ങളായിട്ടുള്ള കഠിന പ്രയത്നം, വാണിയമ്പാറ നിവാസികളെ സംബന്ധിച്ച് ഇതുപോലൊരു ആസ്ഥാനം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് വർഷങ്ങളായിട്ട് നിലനിന്നിരുന്ന ശ്രീനാരായണ പ്രസ്ഥാനങ്ങൾ മാറി വന്നതിന് ശേഷം നമ്മൾ ശ്രീനാരായണ ഗുരു ഭക്തസമാജം സർക്കാർ അംഗീകൃത രജിസ്ട്രേഷനോട് കൂടി ആരംഭിച്ച് 11ാമത്തെ വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ്. കറക്റ്റ് 10ാം വർഷം എത്തിയപ്പോൾ നമ്മൾ കഴിഞ്ഞ കൊല്ലം ഇതേ സമയം ഔദ്യോഗികമായി ഒരു വലിയ രീതിയിൽ തന്നെ ഉദ്ഘാടനം ചെയ്യാൻ നമുക്ക് സാധിച്ചു. അതൊക്കെ നമ്മുടെ ഒരു സ്വപ്ന പദ്ധതി തന്നെ നമുക്ക് ഗുരുദേവൻ്റെ നാമത്തിൽ നമ്മൾ നടന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് സാധിച്ചു. തെന്നിലാപുരം SNDP ശാഖായോഗത്തിന്റെ നേതൃത്വത്തിൽ ഗുരുജയന്തി ആഘോഷം സംഘടിപ്പിച്ചു. തെന്നിലാപുരം SNDP ശാഖ ശ്രീനാരായണ ഗുരു ജയന്തി വയനാടിന്റെ പശ്ചാത്തലത്തിൽ ലളിതമായ ചടങ്ങുകളോടെ ആഘോഷിച്ചു. മുൻ ആലത്തൂർ യൂണിയൻ സെക്രട്ടറി T സ്വാമിനാഥൻ ഉദ്ഘാടനം ചെയ്തു. ശാഖാ സെക്രട്ടറി V ദേവദാസ്, പ്രസിഡന്റ് A സ്വാമിനാഥൻ, MA രാജൻകുട്ടി, പൃഥ്വിരാജ്, ശ്രീനിവാസൻ, അജന്തകുമാർ, ബാലകൃഷ്ണൻ, തങ്കപ്പൻ, മനോജ് തെന്നിലാപുരം എന്നിവർ സംസാരിച്ചു. അസുഖം മൂലം അവശത അനുഭവിക്കുന്ന ആൾക്ക് ചികിത്സാ ധനസഹായവും കൈമാറി. മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ 80ാം ജന്മദിനം വെണ്ണക്കര, തിരുനെല്ലായി കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ആചരിച്ചു. മുൻ DCC ജനറൽ സെക്രട്ടറി P ശിവദാസൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ കൗൺസിലർ M കൃഷ്ണൻ അധ്യക്ഷനായി. M ഹരിദാസ്, SM താഹ, VC റാഫേൽ, K ശിവദാസ്, B രാഹുൽ, M വിശ്വാദൻ, V വേലു, VA വേലായുധൻ എന്നിവർ സംസാരിച്ചു. ഇന്ദിരാഗാന്ധിയുടെ കൊലപാതകത്തിന് ഉത്തരവാദിയാണ് എന്ന് കരുതപ്പെട്ടിരുന്ന സിഖ് ജനതയ്ക്കെതിരെ ഡൽഹിയിലുണ്ടായ കലാപം നിങ്ങളുടെയൊക്കെ ശ്രദ്ധയിലുണ്ടാകും, പ്രത്യേകിച്ചും പ്രായമായവരുടെ ശ്രദ്ധയിൽ. 100 കണക്കിന് സിഖുകാരാണ്, ബിയാൻ സിംഗും സത്വന്ത് സിംഗ് എന്നും പറയുന്ന 2 പേരാണ് ഇന്ദിരാജിയുടെ കൊലപാതകത്തിന് ഉത്തരവാദിയായത് എന്നുള്ളതുകൊണ്ട് സിഖ് സമൂഹത്തിനെതിരെ അതിശക്തമായ കലാപമാണ് ഡൽഹിയിലുണ്ടായത്. ആ കലാപമുണ്ടായ സന്ദർഭത്തിൽ ഈ കലാപം ശമിക്കണമെങ്കിൽ രാജീവ് ഗാന്ധിയെ പോലുള്ളൊരു ജനകീയ പിന്തുണയുള്ള നേതാവ് വരണമെന്നുള്ള നിർബന്ധ ബുദ്ധിയോടുകൂടി അദ്ദേഹം അധികാരത്തിൽ വരികയും ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ഡൽഹിയിലെ കലാപത്തിന് അറുതി വരുത്തുകയും ചെയ്തു എന്നുള്ള കാര്യം നമുക്കറിയാവുന്നതാണ്. സേവ് CPI ആലത്തൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ P കൃഷ്ണപിള്ള അനുസ്മരണം സംഘടിപ്പിച്ചു. സേവ് CPI ജില്ലാ സെക്രട്ടറി പാലോട് മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. നാടക പ്രസ്ഥാനത്തിന്, സാംസ്കാരിക പ്രവർത്തനത്തിന് ഉള്ള പങ്കെന്ന് പറയുന്നത് വലിയതാണ്. നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന KPSC നാടകത്തിലൂടെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ അധികാരത്തിലെത്തിക്കാൻ കഴിഞ്ഞ ഒരു ചരിത്രവും പശ്ചാത്തലവും ഈ കേരളത്തിനുണ്ട്. ബാബുവേട്ടൻ ഇന്ന് സഞ്ചരിക്കുന്നത് നമ്മളെ പോലെ സമാന മനസ്കരായ ആളുകളുടെ കൂടെയാണ് എന്ന വിശ്വാസമാണ് എനിക്കുള്ളത്. എന്ന് പറഞ്ഞാൽ ഇപ്പോഴും CPI മെമ്പർമാരായി നിൽക്കുന്നവർ ഈ യോഗത്തിൽ പങ്കെടുക്കുകയാണ്. CPI എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പാലക്കാട് ജില്ലയിലെ നെറികെട്ട നിലപാടുകളിൽ പ്രതിഷേധിച്ചുകൊണ്ട് ആ പാർട്ടിയോട് സലാം പറഞ്ഞവർ പങ്കെടുക്കുന്ന പരിപാടിയാണിത്. ഇതിനേക്കാളെല്ലാം ഉപരി മാനാഭിമാനത്തോടുകൂടി CPI-കാരനാണ് എന്ന് ഇന്നലെ വരെ യാതൊരു വിധത്തിലുള്ള കോട്ടവും തട്ടാതെ ആവർത്തിച്ചു പറഞ്ഞിരുന്ന പാർട്ടിയെ നടുറോട്ടിൽ തുടിയഴിഞ്ഞവനെ പോലെയാക്കി മാറ്റിയ പാലക്കാട്ട CPI നേതൃത്വം എന്ന് പറയുന്ന വഴിപിഴച്ച നേതൃത്വം, ആ വഴിപിഴച്ച നേതൃത്വത്തെ നേർവഴിയിലേക്ക് നയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് ഇവിടെ കൂടിയത്. ബാബുവേട്ടൻ നമ്മളുടെ വഴിയിലൂടെ സഞ്ചരിക്കുന്നു എന്ന് ഞാൻ കരുതുന്നത് ബാബുവേട്ടന്റെ പശ്ചാത്തലമുണ്ട്. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി ബന്ധപ്പെട്ട എല്ലാ പ്രചരണ ജാഥകളിലെയും മുൻപ് ഒരു ഏകപാത്ര നാടകമുണ്ടാകും. ആ നാടകം കേരളത്തിലെ എല്ലാ സ്ഥലത്തും അവതരിപ്പിച്ചിരുന്നത്. രാമനാരായണൻ അധ്യക്ഷനായി. കൊടിയിൽ രാമകൃഷ്ണൻ, R രാധാകൃഷ്ണൻ, TV ജോൺസൺ, ഫൈസൽ K വടക്കഞ്ചേരി, TP മുസ്തഫ, KE ബൈജു, രാധാകൃഷ്ണൻ,
ബാബു ആലത്തൂർ, ഷിബു കുര്യൻ, വി എ റഷീദ്, എൻ ഇ എൽദോ, സിറിൽ ബെന്നി എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ ആവശ്യമെങ്കിൽ നയപരമായ മാറ്റങ്ങളും ഭേദഗതികളും വരുത്താൻ സർക്കാർ തയ്യാറാണെന്ന് മന്ത്രി എം പി രാജേഷ്. തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ നേതൃത്വത്തിൽ 14 ജില്ലകളിലും അദാലത്തുകൾ സംഘടിപ്പിച്ച് പ്രശ്നത്തിന് പരിഹാരം കാണുമെന്നും എം പി രാജേഷ്. കേരളത്തിന്റെ ആരോഗ്യ പരിപാലന രംഗത്തെ നേട്ടത്തെക്കുറിച്ച് ലോകം മുഴുവൻ അംഗീകരിച്ചതാണെന്ന് കെ രാധാകൃഷ്ണൻ എം പി. ആരോഗ്യരംഗത്ത് നിരവധി പ്രതിസന്ധികളുണ്ടായിട്ടും അവയെല്ലാം കേരളം അതിജീവിച്ചതായും കെ രാധാകൃഷ്ണൻ. നാട്ടിലേക്ക് തിരിച്ചെത്തുന്ന പ്രവാസികളുടെ പുനരധിവാസം ഉറപ്പുവരുത്താൻ സർക്കാർ പ്രതിജ്ഞാബദ്ധരാണെന്ന് പി സുമോദ് MLA. പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിനാവശ്യമായ എല്ലാവിധ സഹായങ്ങളും പ്രവാസികൾക്ക് ലഭ്യമാക്കുമെന്നും പി സുമോദ്. ശ്രീനാരായണ ഗുരുവിന്റെ 170ാമത് ജയന്തി ആഘോഷം വിവിധ പരിപാടികളോടെ നടന്നു. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ആർഭാടങ്ങൾ ഒഴിവാക്കിയാണ് ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത്. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.